അദാനി വിവാദം വീണ്ടും പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇരുസഭകളിലും കോൺഗ്രസ് നോട്ടീസ് നൽകി. സമ്പൽ സംഘർഷം സമാജ്വാദി പാർട്ടി അംഗങ്ങളും ഉന്നയിക്കും. ഇതോടെ സഭാ നടപടികൾ ഇന്നും പ്രക്ഷുബ്ധമായേക്കും. വഖഫ് വിഷയത്തിൽ ജെപിസി യോഗം ഇന്ന് ചേരുന്നുണ്ട്. ആർ രാകേഷാണ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. രാകേഷ്, അദാനി വിവാദം പാർലമെന്റിൽ ഉന്നയിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുമ്പോൾ അതിന് ചർച്ചയ്ക്കെടുക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പാർലമെന്റിൽ പ്രതീക്ഷിക്കുന്നത്? അശ്വതി, ശൈത്യകാല സമ്മേളനം ആരംഭിച്ച ഇന്ന് മൂന്നാം ദിനമാണ്. ഇന്നലെ പാർലമെന്റിൽ ഭരണഘടനാ ദിനം ആചരണമായിരുന്നു. അതുകൊണ്ട് തന്നെ സഭാ നടപടികൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യ ദിവസത്തേതിന് പോലെ ഇന്നും സഭ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. അദാനി വിവാദം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരു സഭകളിലും പ്രതിപക്ഷം നോട്ടീസ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് വിപ്പ് മാണിക്കം ടാഗോർ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മനീഷ് തിവാരിയും സമാന വിഷയം ഉന്നയിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും സഭ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. സ്പീക്കർ ഈ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന് സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് ലോക്സഭയും രാജ്യസഭയും കടന്നേക്കും. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അനുവദിക്കുന്നത് വരെ പ്രതിഷേധം തുടരുന്ന സമീപനത്തിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം പോകുന്നത്. 10 മണിക്ക് ഏതായാലും ഇന്ത്യ സഖ്യത്തിന്റെ യോഗം പാർലമെന്റിൽ ചേരുകയും ചെയ്യുന്നുണ്ട്. മറ്റ് ചില വിഷയങ്ങൾ കൂടി സഭയെ പ്രക്ഷുബ്ധമാക്കാൻ സാധ്യതയുണ്ട്. അതിലൊന്ന് സമ്പലിലെ സംഘർഷമാണ്. സമാജ്വാദി പാർട്ടി അംഗങ്ങൾക്ക് പുറമെ മുസ്ലിം ലീഗ് രാജ്യസഭയിൽ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. അബ്ദുൾ വഹാബ് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഹൈബി ഈഡൻ മണിപ്പൂർ സംഘർഷം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭയിലും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 വിഷയങ്ങളിലും സഭ ഇന്ന് പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. അതിനുശേഷം ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത് JPC ആണ്. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ JPCയുടെ പരിഗണനയിലാണ് വിഷയം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ JPCയുടെ നിർണായക യോഗം ഇന്ന് ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ലോക്സഭാ സ്പീക്കറുമെ കണ്ട് JPCയുടെ കാലാവധി നീട്ടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് ഈ യോഗത്തിലും സമാനമായ ആവശ്യം ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത ഉള്ളത്. ഏതായാലും നിർണായകമായ ദിനമാണ്. ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് സഭ സാക്ഷ്യം വഹിച്ചേക്കും. രാകേഷ്, ദേശീയ തലത്തിൽ മറ്റൊരു ശ്രദ്ധാകേന്ദ്രം മഹാരാഷ്ട്ര തന്നെയാണ്. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രി ആയേക്കും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബീഹാർ മാതൃകയിൽ സഖ്യകക്ഷിയിൽ നിന്ന് മുഖ്യമന്ത്രി വേണമെന്ന ശിവസേനയുടെ ആവശ്യം BJP തള്ളിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മഹായുതി കൺവീനർ സ്ഥാനം വേണമെന്ന നിലപാടിലാണ് ഏക്നാഥ് ഷിൻഡെ ഉള്ളത്. മകൻ ശ്രീകാന്ത് ഷിൻഡെയെ ഉപമുഖ്യമന്ത്രിയാക്കാനും ഷിൻഡെ നീക്കം നടത്തുന്നുണ്ട്. എന്താണ് ഈ ഷിൻഡെ അനുനയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണോ ഏറ്റവും വലിയ കീറാമുട്ടിയായി നിൽക്കുന്നത്? അശ്വതി, മഹാരാഷ്ട്രയിൽ ഒരു BJP മുഖ്യമന്ത്രി വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ തൊട്ടു മുമ്പുണ്ടായിരുന്ന സർക്കാർ NDA സർക്കാരായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെ ആയിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല സാഹചര്യം. BJP അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് ശിവസേന പ്രധാനമായും ഉന്നയിച്ചത് ബീഹാർ മാതൃകയിൽ സഖ്യകക്ഷിയിൽ നിന്നൊരു നേതാവ് വേണം, അങ്ങനെ ശിവസേനയ്ക്ക് ആ മുഖ്യമന്ത്രി പദവി നൽകണം എന്നൊരു ആവശ്യം ചില ശിവസേന നേതാക്കളെങ്കിലും ഉന്നയിച്ചിരുന്നു. അത് പൂർണ്ണമായി BJP തള്ളിക്കളയുന്നു. BJP ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നിതീഷ് കുമാർ നേരത്തെയും അവിടെ മുഖ്യമന്ത്രിയായിരുന്നു സഖ്യത്തിന്റെ ഭാഗമായി. മാത്രവുമല്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത്തരമൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ അതൊന്നും ഉണ്ടായിട്ടില്ല. ബീഹാറിൽ JDUവിന്റെ സഹായം പല സീറ്റുകളിലും വിജയിക്കാൻ BJPയെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ മഹാരാഷ്ട്ര അതുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ BJP നേതാക്കൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവേന്ദ്ര ഫട്നാവിസ് വീണ്ടും മുഖ്യമന്ത്രിയാകാൻ തന്നെയാണ് സാധ്യത. ഇതിന് പകരമായി BJP മുന്നോട്ട് വെച്ചത് ഒരു ക്യാബിനറ്റ് പദവി നൽകാമെന്നുള്ളതാണ്. കാരണം നിലവിൽ കേന്ദ്രത്തിൽ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിസ്ഥാനം മാത്രമാണ് ശിവസേനയ്ക്കുള്ളത്. പക്ഷേ ആ നിർദ്ദേശം ഏക്നാഥ് ഷിൻഡെ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. പകരം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം ഒന്ന് മഹായുതി കൺവീനർ സ്ഥാനം വേണമെന്നുള്ളതാണ്. അതായത് നിലവിലെ മഹാരാഷ്ട്രയിലെ NDA സഖ്യത്തിന്റെ കൺവീനർ സ്ഥാനം അദ്ദേഹത്തിന് വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. രണ്ടാമതായി മകൻ ശ്രീനാഥ് ഷിൻഡെക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നൊരു ആവശ്യം കൂടി ഏക്നാഥ് ഷിൻഡെ ഇപ്പോൾ മുന്നോട്ട് വെക്കുകയാണ്. നിലവിൽ ശ്രീനാഥ് ഷിൻഡെ ലോക്സഭാംഗമാണ്. മകനെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം ഏതായാലും ഏക്നാഥ് ഷിൻഡെ അതിനുള്ള ചരടുവലികൾ ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. അശ്വതി, ശരി. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.